സുഖപ്രസവത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഖിൽ മാരാർ വിചാരിച്ചാൽ സുഖപ്രസവം നടക്കും. അഖിൽ മാരാർ പറയുന്നു, പ്രസവം ഈസിയായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രോസസ്സായിരുന്നു. അതിനെ ഹോസ്പിറ്റലുകാരും ഡോക്ടർമാരും പറഞ്ഞ് ഗർഭിണിയായിരിക്കുമ്പോൾ മുതൽ അവരെ പറഞ്ഞു പേടിപ്പിച്ച് അവർക്ക് പ്രസവിക്കാൻ അനുവദിക്കാതെ അവരെ സിസേറിയനിലോട്ട് കൊണ്ടുപോയി. നീ എന്താണ് പഠിച്ചത് അഖിൽ മാരാറേ? ഗർഭിണിയാകുന്നതും പ്രസവിക്കുന്നതും എല്ലാം അതിന് അത്ര സുഖകരമായതൊന്നുമല്ല മോനെ. അഖിലേ, അഖിൽ മാരാരിനെ പ്രസവിച്ചു. അഖിൽ മാരാരുടെ അമ്മ ഒരു ചാക്ക് നെല്ല് കുത്തുകയും ആ അരിയെടുത്ത് പിന്നെ ഉരലിലിട്ട് പൊടിച്ചു കൊണ്ടുവന്ന് അഖിൽ മാരാർക്കും അഖിൽ മാരാരുടെ അച്ഛനും പുട്ടുണ്ടാക്കി കൊടുത്തു. പുട്ടിനൊപ്പം കഴിക്കാൻ അഖിൽ മാരാരുടെ അമ്മ ഉണ്ടാക്കിയ കറി ചിക്കൻ കറിയായിരുന്നു. ചിക്കൻ കടയിൽ പോയി വാങ്ങിച്ചു കൊണ്ട് വന്ന് വെട്ടി നുറുക്കി മസാലയെല്ലാം ഉരലിലിട്ട് ഇടിച്ച് മല്ലി മുളക് എല്ലാം അന്ന് പൊടികളായിരുന്നില്ല കേട്ടോ അഖിലെ. അതെല്ലാം അമ്മിക്കല്ലിൽ അരച്ച് നന്നായിട്ട് അരച്ചിട്ടാണ് ആ ചിക്കൻ കറി ഉണ്ടാക്കിയത്. വളരെ രുചികരമായ ചിക്കൻ കറിയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതിലൊരു പങ്ക് അഖിൽ മാരാറിന് കിട്ടിക്കാണുമല്ലോ അല്ലേ? അപ്പോൾ പ്രസവം അത്രയും സുഖകരമായിരുന്നു എന്നുള്ളത് അഖിൽ മാരാർ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെ പലരും അഖിൽ മാരാർ പറഞ്ഞത് ശരിയല്ല, അതിൽ അങ്ങനെ പറയാൻ പാടില്ല, പ്രസവം അത്ര സുഖകരമല്ല എന്ന് ഉള്ളതാണ് ഓരോ വീഡിയോയിലും കാണുന്നത്. പക്ഷേ അഖിൽ മാരാർ പറഞ്ഞത്ര വിവരമൊന്നും മറ്റുള്ളവർക്കില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടുകെട്ടിയത്. അത് എൻ്റെ ഒരു കണ്ടെത്തലാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ അഖിൽ മാരാറിനെ പ്രസവിച്ചത് അഖിൽ മാരാറുടെ അമ്മയാണ്. അത് അച്ഛനറിയാം. അതുകൊണ്ട് അച്ഛൻ ഈ ഗർഭിണിയായ സമയം മുതൽ അഖിൽ മാരാരുടെ അമ്മയ്ക്ക് നെല്ല്, അരി, ഉഴുന്ന്, മല്ലി, മുളക്, മഞ്ഞൾ എല്ലാ ഇത്യാദികളും കൊണ്ടുവന്ന് കൊടുത്ത് ഉരലിൽ ഇടിച്ച് അരച്ച് ആണ് അഖിൽ മാരാരുടെ വീട്ടിൽ കറി ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള പ്രോസസ്സിലൂടെ പോയപ്പോൾ അഖിൽ മാരാരുടെ അമ്മ സുഖമായി പ്രസവിച്ചു. വേദനയൊന്നും അറിയാതെ, ബ്ലീഡിങ് ഒന്നുമില്ലാതെ വളരെ ലാഘവത്തോടു കൂടി അഖിൽ മാരാരുടെ അമ്മ പ്രസവിച്ചു. എത്ര സുഖകരമായിരുന്നെന്നറിയാവോ? അഖിൽ മാരാറിനെ ഇങ്ങനെ കയ്യിലോട്ടെടുത്ത് അച്ഛൻ്റെ കയ്യിലോട്ട് അങ്ങ് കൊടുത്തു. ഇനി പ്രസവിക്കുന്ന സമയത്ത് അച്ഛൻ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛനായിരിക്കും കുഞ്ഞിനെ എടുത്തത്. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ അഖിലിൻ്റെ അച്ഛന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ അഖിൽ മാരാരുടെ അമ്മ സുഖമായിട്ട് പ്രസവിച്ചത് കൊണ്ടാണ് അഖിൽ മാരാർ ഇതുപോലുള്ള ഈ തോന്നിയവാസങ്ങൾ വന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. അവൻ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, അതിലെന്താണ് തെറ്റ്? അതിന് യാതൊരു തെറ്റുമില്ല. അഖിൽ മാരാർ പാവം, അത് വളർന്നു വരുന്നേ ഉള്ളൂ. അമ്മ നേരത്തെ പ്രസവിച്ചു പോയി എന്നൊരു തെറ്റ് മാത്രമേ ആ അമ്മ ചെയ്തിട്ടുള്ളൂ. ഇനി അഖിൽ മാരാരുടെ ഭാര്യയാണെങ്കിൽ അവട്ടെ 2 പെൺകുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകിയിരിക്കുന്നത്. ഈ പെൺകുട്ടികളെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. നല്ല 2 കുട്ടികളാണ്. പക്ഷേ അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം ഭാര്യയെയും മക്കളെയും കൂടെ നിർത്തിക്കൊണ്ടാണ് ലൈവിൽ വന്നിട്ട് പച്ചത്തെറി പറയുന്നത്. പട്ടിക്കാഷ്ടെന്നോ തീട്ടക്കാഷ്ടെന്നോ ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന വീഡിയോയിലൂടെ അവൻ പറഞ്ഞതിന് യാതൊരു തെറ്റുമില്ല. അവൻ പറഞ്ഞത് സത്യം പരമാർത്ഥമാണ്. എന്നാലും അഖിൽ മാരാരെ, നിങ്ങളെ പേരിൻ്റെ ഒപ്പം മാരാരെ എന്ന വാല് വേണ്ടായിരുന്നു. നിങ്ങൾക്ക് ചേർന്നതല്ല കേട്ടോ അഖിലെ ആ മാരാരെ വാല്. അത് നല്ല തറവാട്ടിൽ പിറന്ന മാരാർമാർക്ക് ചേർന്നതാണ് അവരുടെ പേരിനൊപ്പം മാരാർ. ഇയാൾ ആ വാലങ്ങ് വെട്ടിക്കളഞ്ഞാലോ മാരാരെ? അഖിൽ മാരാർ, മ്ലേച്ഛമായ രീതിയിൽ നീ എന്തിനാടോ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ പീരീഡ്സിൻ്റെ സമയം മുതലുള്ള വേദന അനുഭവിച്ചവർക്കേ അതറിയുള്ളൂ. ഗർഭിണിയായ 1, 2, 3, 4, 5, 6, 7, 8, 9 ഓരോ മാസത്തിലും ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ച്, ശാരീരികമായ ചേഞ്ച് വേറെയും മാനസികമായ ചേഞ്ച് വേറെയും,
ഇതെല്ലാം അനുഭവിച്ചാണടോ നിന്നെയും നിന്റെ അമ്മ പ്രസവിച്ചതും നിനക്ക് 2 കുട്ടികളുണ്ടായതും. ഭാര്യയോട് ചോദിച്ചു നോക്കൂട്ടോ എങ്ങനെയായിരുന്നു ഉണ്ടായത് എന്നുള്ളത്, എന്തെല്ലാം അനുഭവിച്ചിരുന്നു എന്നുള്ളത്. നീ ഭാര്യേൻ്റെത് അമ്മേൻ്റെത് പോട്ടെ, നീ അറിഞ്ഞില്ല. ഭാര്യേൻ്റെത് നീ അറിയാതെ പോയോ? ഭാര്യ എവിടെയായിരുന്നു ആ സമയത്ത്? 9 മാസവും നിന്റെ വീട്ടിലില്ലായിരുന്നോ? നീ കണ്ടിട്ടില്ലായിരുന്നു വേറെ വഴിക്ക്? അല്ല, അങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നിന്റെ ഭാര്യയുടെ ബുദ്ധിമുട്ടുകളൊന്നും നീ അറിയാൻ സാധ്യതയില്ല. പിന്നൊരു കാര്യം, ഈ 9 മാസം അനുഭവിച്ചതിനേക്കാളും 100 ഇരട്ടി വേദന, ഒരു മരണത്തിന് തുല്യമായ വേദന അനുഭവിച്ച് നമ്മുടെ ശരീരത്തിലെ 206 അസ്ഥികളുണ്ട്. ഈ അസ്ഥികളെല്ലാം നുറുങ്ങിയിട്ടാണ് ഒരു കുഞ്ഞ് ആ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കേട്ടോ. അഖിലെ, ഭാര്യയോട് ചോദിച്ചു നോക്കണേ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി നീ കണ്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അനുഭവിച്ചവർ പറഞ്ഞു തന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം പിന്നെ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയല്ലേ നല്ലത്. പണ്ടൊന്നും സ്ത്രീകൾ പ്രസവിക്കാൻ ആശുപത്രിയിൽ പോയാൽ ഈ ആശുപത്രിയിൽ വെച്ച് പുരുഷന്മാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ലേബർ റൂമിലോട്ട്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. പിന്നെ പണവും പ്രതാപവും ഒക്കെ ഉണ്ടെങ്കിൽ സ്വന്തം വീടും ലേബർ റൂമാക്കി മാറ്റാമെന്ന് പലരും തെളിയിച്ചിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെയും ഉണ്ട്, അങ്ങനെയും ചെയ്യാം. ഈ വലിയ ബിഗ് ബോസിൻ്റെ വിജയമൊക്കെ കൈവരിച്ച് വന്ന പണക്കാരനല്ലേ, നിനക്കതൊക്കെ സാധിക്കും. ഇനി നിന്റെ മക്കൾ കല്യാണം കഴിക്കട്ടെ കേട്ടോ. 2 പെൺകുട്ടികളായത് ദൈവം അറിഞ്ഞു തന്നതാണ് അഖിൽ മാരാർക്ക്. ഈ അറിയാത്തതെല്ലാം അതിൽ നിന്ന് നിനക്ക് കിട്ടണം. എന്തൊക്കെ അറിയാനുണ്ട് അതെല്ലാം നീ ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. അഖിൽ മാരാർ എന്നുള്ളത് നിനക്ക് ചേരുന്നതാണെന്ന് തോന്നുന്നില്ല. എത്ര പൊങ്കാലകളാണ് നിനക്ക് വേണ്ടിയിട്ട്, എത്ര ഡോക്ടർമാരാണ് നിനക്ക് വേണ്ടിയിട്ട് നിനക്ക് അറിവ് പകരാൻ സോഷ്യൽ മീഡിയ വഴി വന്നിരിക്കുന്നത്. എത്ര അമ്മമാർ, അച്ഛന്മാർ എല്ലാം നിനക്ക് അറിവ് പകരാൻ വന്നിരിക്കുക. കൂടെ ഇപ്പം ഞാനും കൂടെ ഒന്ന് വന്നു കേട്ടോ. അത്രേ ഉള്ളൂ. ബാക്കി അടുത്തതിൽ തരാം. ബിഗ് ബോസിൽ പോയി അവിടെ നിന്നും വിന്നറായി വന്നതോടുകൂടി മാരാർക്ക് ഭ്രാന്ത് പിടിച്ചു എന്നാണ് തോന്നുന്നത്. ഈ ഒരു വിഷയം മാത്രമല്ല, പലപ്പോഴായിട്ട് പല വിഷയത്തെക്കുറിച്ചും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാറുണ്ട്. എല്ലാം ഒരു തല തെറിച്ചതുപോലുള്ള, അതായത് ഒരു വിഭ്രാന്തി, മാനസിക വിഭ്രാന്തി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ ഒരു വിഭ്രാന്തിയോടുകൂടിയാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. മുമ്പൊരിക്കൽ പറഞ്ഞു, പൃഥ്വിരാജിന് അഭിനയിക്കാൻ അറിയില്ല, എന്തോ ഒക്കെ കാണിച്ചു കൂട്ടുന്നു. ഈ പറയുന്ന മാരാരിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ. ആ സിനിമയിൽ മാരാർ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് മാരാരെ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്കിക്കോളിട്ടോ. കാരണം നിങ്ങളെപ്പോലെ ഇത്രയും നല്ല ഒരു അഭിനേതാവ് ഉണ്ടാകുമ്പോൾ പൃഥ്വിരാജും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ പിന്നെ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മാരാരുടെ മുമ്പിൽ. എന്ന് വെച്ച് പ്രസവത്തെക്കുറിച്ച് മാരാര് പറയാൻ ആരുമല്ല. മാരാര് എത്ര പ്രസവിച്ചു, എത്ര കുട്ടികളുണ്ട്, സുഖപ്രസവമായിരുന്നോ, എങ്ങനെയുള്ള സുഖകരമായിട്ടായിരുന്നു മാരാര് പ്രസവിച്ചത്? അതോ മാരാരുടെ ഭാര്യ പ്രസവിക്കുമ്പോഴോ വേറെ ഏതെങ്കിലും പ്രസവം മാരാര് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. മാരാരുടെ ഭാര്യയുടെ പ്രസവം കാണാൻ പറ്റുമെന്ന് ഇനി തോന്നുന്നില്ല. 2 പെൺകുട്ടികളെയും ഭാര്യയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് മാരാരി പറയുന്ന പൊട്ടത്തരങ്ങൾ ആ പെൺകുട്ടികൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യും. മാരാരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ഓരോ വർത്തമാനങ്ങൾ പറയുന്നത്? പുരുഷന്മാർക്ക് ആർക്കെങ്കിലും പ്രസവ വേദന അറിയുമോ? ആരെങ്കിലും അത് അനുഭവിച്ച് വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്കടിയിൽ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ. സുഖപ്രസവം എന്ന് പറഞ്ഞാൽ നോർമൽ ഡെലിവറിക്ക് ചില മുമ്പുള്ള അമ്മമാർ പറയുന്ന കേട്ടിട്ട് മോള് സുഖപ്രസവമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രസവത്തിൻ്റെ വേദനയെക്കുറിച്ച് പറയാൻ മാരാർക്ക് യാതൊരു യോഗ്യതയുമില്ല കേട്ടോ. മാരാരുടെ അമ്മ മാരാരെ പ്രസവിച്ച് എഴുന്നേറ്റ് പോയി എത്ര കിലോ അരി ഇടിച്ചു എന്ന് അച്ഛനോടും ഒന്ന് ചോദിക്കുക.
മാരാരുടെ അച്ഛനോടൊന്ന് ചോദിക്കണം കേട്ടോ. പിന്നെ മാരാരുടെ ഭാര്യ 2 കുട്ടികളുണ്ടല്ലോ, സിസേറിയൻ ആയിരുന്നോ അതോ സുഖപ്രസവമായിരുന്നോ? സുഖപ്രസവമായിരുന്നെങ്കിൽ എത്ര ചാക്ക് അരി ഇടിച്ചു കാണും? പണ്ടുള്ളവരെയൊക്കെ പറയുന്നുണ്ട്, പിന്നെ അരി ഇടിച്ചുകൊണ്ടിരിക്കുമ്പം മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേദന വന്നു, എന്നിട്ട് പോയി പ്രസവിച്ച് തിരിഞ്ഞ് വന്ന് നോക്കുമ്പം അമ്മ 2 കിലോ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ആ അരി അങ്ങ് ഇടിച്ച് പൊടിച്ച് വറുത്ത് പത്തിരിയും കോഴിക്കറിയും ഉണ്ടാക്കി അവർക്ക് കൊടുത്തു. എന്താണ് മാരാരെ പറയുന്നതിന് വല്ല ലോജിക്കുമുണ്ടോ? നിനക്ക് വിവരം ഓരോ ദിവസവും ഇല്ലാതെയാവുകയാണല്ലോ. ഇങ്ങനെ വിവരമില്ലാത്ത വർത്തമാനം എന്തിനാണ് പറയുന്നത്? പ്രസവത്തെക്കുറിച്ച് വേറെന്തിനെക്കുറിച്ചോ നീ എന്തെല്ലോ പൊട്ടത്തരങ്ങളൊക്കെ പറയുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ പ്രസവത്തെക്കുറിച്ച് പറയാൻ നിനക്ക് യാതൊരു യോഗ്യതയുമില്ല. നീ ഒരു പുരുഷനാണ്, നീ പ്രസവിച്ചിട്ടില്ല. കുട്ടികൾ വന്നത് നിന്റെ ഗർഭപാത്രത്തിൽ കൂടിയാണെങ്കിൽ നീ പ്രസവിച്ചിട്ട്. നിനക്ക് ഗർഭപാത്രം ഉണ്ടോ മാരാരെ? ഇല്ലെങ്കിൽ 2 തുന്നി പിടിപ്പിച്ച് തരട്ടെ, നിനക്ക് കീറി മുറിച്ച് തുന്നി കെട്ടി തരട്ടെ.